ഗോപാല ഒന്ന് നിന്ന്. മാഷെ ഞാൻ ലേശം തിരക്കില്ല. മോളെ റിസൾട്ട് വരുന്ന ദിവസമാണേ. ഫുൾ A+ഓട് ജയിക്കവള്, അതെനിക്ക് ഉറപ്പാ. അത് മാഷ് അറിയില്ലേ? പിന്നെന്താ, അവള് പിടിക്കില്ലേ? അവള് ജയിക്കും. ഗോപാലൻ ചെല്ല്. മോനെ നീ പിന്നെ അച്ഛൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയല്ലേ? അതെ. അവള് ജയിക്കുന്ന ഉറപ്പല്ല എനിക്ക്. വാ വാ, വീട്ടിലവിടെ ആരും ഇല്ലല്ലോ. ഇതൊക്കെ അവൾക്ക് വേണ്ടി മേടിച്ച പലഹാരങ്ങളാ. വായോ. അവിടെ നാളെ ഇവിടെ അവള് ജയിച്ചെന്നെ ആഘോഷ. വീട്ടിലാരും ഇല്ലല്ലോ. ആരുമില്ലെന്നു അങ്ങനെ നോക്കിയേ. ആ നിക്കണത് അച്ചു. ഏത് സമയം പഠിപ്പാ, പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അങ്ങോട്ട് നോക്കിയേ, അപ്പുറത്തിരിക്കാൻ കുട്ടിയില്ലേ, അതാലും മോള് കുറുമ്പിയാ. മനുഷ്യന്റെ മേൽക്കിടത്ത് അങ്ങനെ സാധനം വേറെ ഇല്ല. അങ്ങോട്ട് നോക്ക്, ആ ചക്കര നോക്ക്, ഏത് സമയത്തും നമ്മുടെ കൂടെ എടുക്കണല്ല. തീറ്റാ തീറ്റാന്ന് മാത്രം. കേറണില്ലേ? വാടാ, കേറിട്ട് പോ. വാടങ്ങട് ഗോപാലേട്ടാ, നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നു? ഞാൻ പണി കഴിഞ്ഞ് വരുന്ന വഴിയല്ലേ. ആ ബഷീറിന്റെ കട്ടില് ജനലും അവനെന്താ പെരപ്പണിയൊക്കെ തുടങ്ങണത്രേ. അവനെ മെനക്കെടാക്കരുത്. അവന്റെ കട്ടില് ജനലൊക്കെ ഇല്ലേ, എന്നാ ആളെ കൊടുക്കണ്ടാണ്. അവനെ ബുദ്ധിമുട്ടിക്കരുത്. ചെല്ല്, ഞാൻ ചെല്ലട്ടെ, മക്കളോടെ കാത്തിരിക്കും. നീ എന്താണ് ഒരു ജാതി പ്രാന്തന്മാരെ നോക്കണ മാതിരി എന്നെ നോക്കണ്? പിള്ളേർക്കുള്ള പലഹാര മക്കളോടെ കാത്തിരിക്കുക. നീ വരണ്ട? ഇല്ലല്ല, പാടേക്ക. ദീപം ദീപം ദീപം. അച്ഛ, എനിക്കുള്ളതൊന്നുമല്ല, പോയെന്ന് പഠിക്കാം. എനിക്ക് വേണ്ട. അച്ചോ അച്ചോ, എന്താച്ചാ? നാളെ റിസൾട്ട് പറയുന്നതല്ലേ, താത്തോണ്ടച്ചാ. ചേച്ചി എന്താ അത്? ആ ഇപ്പൊ വെളുക്കെന്താ? അത് ശരി, തിന്നെ കണ്ട പോയെന്ന് പഠിക്കണേ. അച്ഛ, നാളേക്കൊരു 50 ഉറുപ്പിക വേണം. നീ സർക്കാർ സ്കൂളല്ലേ പഠിക്കണ? എന്നാലും വേണോ കാശ്? PTA ഫണ്ടിനാ. PTA ഫണ്ട്? നാളെ PTA മീറ്റിംഗ് ഉണ്ട്, അച്ഛനോട് വരാൻ വേണ്ടി പറഞ്ഞു. ഈ വിദ്യക്കൊന്നും വേറെ ഒരു പണിയില്ലേ? പോ. അമ്മയുടെ ഉള്ളിലുണ്ട്. വെള്ളം ചോദിച്ചില്ല, മനുഷ്യനെ ബുദ്ധിമുട്ടില്ല. അച്ഛാ, നാളേക്കൊരു നോട്ട് ബുക്ക് വാങ്ങണം. അപ്പൊ നിനക്കല്ലടി കഴിഞ്ഞ ആഴ്ച 2 നോട്ട് ബുക്ക് മേടിച്ചേ. എന്താ അതൊക്കെ തിന്ന? ഒരു ഒറ്റ മനുഷ്യൻ പണിയെടുത്ത് വേണമെന്നൊക്കെ ഒരു പഠിക്കണേ. നീ ക്ലാസ് എടുക്കാൻ വേറെ പറയണ്ടേ? ഇതിനൊന്നും യാതൊരു കുറവുമില്ല. അവിടെ തന്ന സമ്പാദിച്ച കാശോളന്നല്ല, ഞാൻ മേടുത്ത കാശോളം ഞാൻ കുടിക്കണേ. എങ്ങനെ പോയില്ല, എന്റെ തന്തയ്ക്കാ കേട്. ഇന്നാ അച്ചോ അച്ചോ,
നാളെ എത്ര മണിക്കാ കുട്ടിയെ റിസൾട്ട് വരിക? അവളെവിടാ? ചേച്ചി തോക്കുന്ന പറയണ. തോൽക്കേ? അച്ചോ അച്ചോ, ഇക്കൊരു ഉറപ്പില്ല അച്ഛാ. ഏ? ചെലപ്പോ ഞാൻ തോക്കും. അയ്യോ അച്ഛാ. പഠിക്കണ കുട്ടികളാകുമ്പോ തോൽവിയും ചെയ്യുക പതിവാ. എങ്ങനെ തോറ്റൂന്ന് വെച്ചിട്ട് ഇപ്പൊ ചാവാൻ പറ്റുമോ? അവനൊക്കെ വെട്ടി തീർക്കും. നീ ഒറ്റ എന്നാ അങ്ങോട്ട് കൊല്ല്. നിനക്ക് സമാധാനത്തിൽ ജീവിക്കാലോ. അച്ഛൻ നീ ഉമ്മറത്ത് അച്ഛൻ അങ്ങോട്ട് കൊല്ലട്ടെ. നീയൊന്ന് ജീവിക്കുന്ന നിന്നെ ഞാൻ കൊല്ലൂടി. ചേച്ചി, ഞാനിന്ന് സ്കൂളിൽ പോണില്ല. അതെന്താ? ചേച്ചിയുടെ റിസൾട്ട് വരുന്ന ദിവസല്ലേ? വെറുതെ ക്ലാസ് കളയണ്ട അമ്പിളി. ഞാൻ എന്തായാലും തോക്കുന്ന ഉറപ്പാ. നീ പൊക്കോ. ചേച്ചി തോൽക്കൊന്നുമില്ല, ഇക്ക് ഉറപ്പാ. ചേച്ചി എത്ര മണിക്കാ റിസൾട്ട് വരുന്നേ? അവൻ അച്ഛൻ കൊടുന്ന പലഹാരം തിന്നാനുള്ള കൊതിയൻ. വേണ്ട, എന്നാരും പോണ്ട. ആ, ഇന്ന് റിസൾട്ട് വരുന്നതിന്റെ ആഘോഷല്ലേ. അമ്മ എണീറ്റുണ്ടാവില്ല, ഞാൻ പോയി വിളിക്കാം. താ ചേച്ചി, വിനോട്ടം വരുന്നേ. അച്ചോ, എടി ഇന്ന് റിസൾട്ട് വരുന്ന ദിവസല്ലേ? തോറ്റു കഴിഞ്ഞ വീട്ടിൽ കയറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടാ. മിക്കവാറും ഞാൻ നാടുവിടും. എടാ, ഞാനും കൂടി വരട്ടെ. എവിടേക്ക്? നിന്നെ കെട്ടിയിട്ട് ഞാൻ നാടുവിടാനോ? കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? എടാ, കെട്ടാനും പൂട്ടാനും ഒന്നും അല്ല. തോറ്റു എന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളെ കൊല്ലും. എന്നാ വല്ല വേഷം ഉണ്ടെങ്കിൽ അത് കലക്കി കുടിച്ച് ചാവാൻ നോക്കടി. ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് എനിക്ക് എടുത്തേക്കിട്ടാ, ഒരുമിച്ചാണ്ട് പോവാലോ. എന്നാ നീ ചെല്ല്. ആ, ഇന്നെ റിസൾട്ട് വരുന്ന ദിവസല്ലേ? ഇജ്ജ് ജയിക്കുന്ന ഉറപ്പാ. ഇജ്ജിത് പിടിക്ക്. എന്താ ഇത്? ഇത് അനക്കൊരു സമ്മാനം. നല്ല മൊഞ്ചുള്ളൊരു കുപ്പായ. ഈ കരയില് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഇജ്ജ് തന്നെയാണ്. ഉപ്പൂപ്പാ, എന്റെ കുട്ടി ഇതിട്ടിട്ട് വേണം നാളെ കോളേജിൽ പോകാൻ. ആ ഗോപാലനല്ലേ, ഓനൊന്നും നേരെയാക്കിയ നേരാവില്ലെന്ന്. എന്റെ മോള് പഠിച്ച് മുടുക്കിയാവണം. ഇജ്ജ് ജയിക്കും, അത് ഞമ്മക്ക് ഉറപ്പന്നെയാ. അല്ലാ, ഗോപാലേട്ടത് അളവിൽ മാറ്റണ്ടല്ലോ. നീ ഇപ്പൊ എന്നെ പഠിപ്പിക്കണം. അത് പോയി തുളക്കടാ. എടാ, ഗോപാലേട്ടന്റെ മകളുടെ റിസൾട്ട് വരുന്ന ദിവസം അതിന്റെ ബേജാറില മൂപ്പര്. അതിന്റെ ഇടയിലാ നിന്റെ ഒരു. പിന്നെ ഗോപാലേട്ടന്റെ വക പാർട്ടി എന്ന് നമുക്ക്. അതിപ്പോ തോറ്റ പാർട്ടി തരുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്ക. എടാ, നീ തോറ്റു തൊപ്പിട്ട കാരണല്ലടാ ഇവിടെ വന്നിരുന്ന് മേടണത്.
ആ വിനു, റിസൾട്ട് വന്നടാ. എന്തായടാ? ഞാൻ എന്തായാലും തോറ്റെന്ന് ഉറപ്പാ. എന്തായാലും അച്ഛൻ്റെ കാര്യം? ഗോപാലേട്ടാ, വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നിങ്ങളുടെ മോൾക്കേ മുഴുവൻ A+. ഞാൻ മാഷിപ്പോ ആലോചിച്ചുള്ളൂ. ഞാൻ തന്നെ തിരക്കി വന്നതന്നെടൂ. തന്റെ മോള് അവള് ജയിച്ചു. ഉള്ള A+ മാഷേ. അവള് പിടിക്കുക. അതൊക്കെ ശരി തന്നെ. നീ വണ്ടി കയറ്. അതാ പോവാ. ആ ശരി, പോവാം. ഗോപാല, മോളൊരു തമാശ കാണിച്ചു. എനിക്കറിയാം മാഷേ. ചേട്ടാ, അവളെന്താ ഞാൻ ചേട്ടാ, ഗോപാലിന്റെ വീട് ഏതാ? ഞാനാണ് ഗോപാലൻ. ആണോ? ആ ഇത്ര ഇവിടെ നിന്നൊക്കെ ചാനലൊക്കെ അറിഞ്ഞോ? നാളെ ടിവിയിലും പത്രത്തിലൊക്കെ ഉണ്ടാവില്ലേ? ആ, മുഴുവൻ A+ അല്ലേ? വരാ വരാ. അറിയാള്. നീ വാടാ. അച്ചോടാ അകത്തുണ്ട്. അച്ചോ അച്ചോ. അച്ഛാ, ഞാൻ അച്ഛനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു തമാശ കാണിച്ചതാ. ശരിക്കും മരിക്കണമെന്നാ ആദ്യം തീരുമാനിച്ചത്. അമ്മയ്ക്കും അനുവിനും മണിക്കൂട്ടിനൊക്കെ വിഷം കൊടുത്ത് മരിക്കണമെന്ന് കരുതി. അതെ, അവള് പേടിപ്പിച്ചതാ. അച്ഛൻ ഞങ്ങൾക്കെല്ലാം മേടിച്ചു തരുന്നുണ്ട്. പുസ്തകവും ബാഗും പേനയും ഒക്കെ. ഒരു നേരം പോലും പട്ടിണിക്ക് ഇട്ടിട്ടില്ല. എന്നാ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് സൗകര്യം തന്നിട്ടുണ്ടോ? പാവ അമ്മയെ ഉപദ്രവിക്കൂ. എന്നാലും ഞങ്ങൾക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛനോട് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും അച്ഛനൊന്ന് കെട്ടിപ്പിടിക്കാനും ഞങ്ങൾക്ക് കൊതിയായിരുന്നു. പക്ഷെ അച്ഛൻ മറ്റൊരു ലോകത്തായിരുന്നു. കുടിച്ചു കുടിച്ച് ഭ്രാന്തായി. അച്ഛനിനി കുടിക്കരുത്. ഞങ്ങളോട് സത്യം ചെയ്യണം. എന്റെ മോള് പറഞ്ഞ ഭാഷ കേട്ടില്ല. അവള് പറഞ്ഞാ ശരി ഭാഷ. എന്റെ കുടുംബ കുട്ടികളും മാത്രം മതി മാറി. അവളോട് ഒന്ന് വാതി തുറന്ന് പുറത്തേക്ക് പറയും ഭാഷേ.
Yeah.